അതിൽ ചില സഖാക്കൾ ചോദിക്കുന്നൊരു ചോദ്യം, അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളോട് ഞങ്ങൾ യോജിക്കുമ്പോഴും പാർട്ടി ഒരു തീരുമാനമെടുത്ത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നൊരു തീരുമാനമെടുക്കുന്ന ഒരു നേതാവിനെ എങ്ങനെയായിട്ട് കമ്മ്യൂണിസ്റ്റായിട്ട് കാണാൻ കഴിയുക എന്ന ചോദ്യമാണ് പയ്യന്നൂരിലെ ചില സഖാക്കൾ ചോദിക്കുന്നത്. അവർക്ക് അങ്ങ് പറഞ്ഞ അഭിപ്രായങ്ങൾ, അങ്ങ് രേഖപ്പെടുത്തിയതൊക്കെ അവരുടെ മനസ്സിലുണ്ട്. അതൊക്കെ വസ്തുതാപരമായിരുന്നു. ചിലത് പാർട്ടി വിശദീകരണം നൽകാൻ ശ്രമിച്ചു, ചിലത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൺട്രോൾ കമ്മീഷനെ വെച്ചുകൊണ്ട് പാർട്ടി അതിനൊരു ന്യായീകരണം കണ്ടെത്തി. അത് അങ്ങ് അടക്കമുള്ളവർ അംഗീകരിച്ചു എന്നവർ പറയുന്നു. എനിക്കതിൻ്റെ നിജസ്ഥിതി അറിയില്ല. അവർ പറയുന്ന ഒരു കാര്യം, അങ്ങ് ആ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഒബ്ജക്ഷൻ രേഖപ്പെടുത്തിയില്ല എന്ന് ചിലർ പറഞ്ഞതായിട്ട് കേട്ടു. അതിൻ്റെ വസ്തുത എനിക്കറിയില്ല. ഞാൻ ഇന്നലെ ചർച്ചയിലും അത് പറഞ്ഞു. അതിങ്ങനെ ഒരു അഭിപ്രായം പാർട്ടിക്കുള്ളിലുണ്ട്. ഇതെല്ലാം മറ്റുള്ള ആളുകൾ പറഞ്ഞുള്ള അറിവ് മാത്രമല്ലേ നമുക്കുള്ളൂ. അങ്ങേക്ക് വ്യക്തിപരമായ മധുസൂദനോടുള്ള ഒരു ബുദ്ധിമുട്ട് അത് രാഷ്ട്രീയമായി പരിണമിച്ചപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ചിലർ അങ്ങനെയല്ല. അങ്ങ് പറഞ്ഞതിൽ വസ്തുതയുണ്ട്. പക്ഷേ അങ്ങനെ ഇപ്പോൾ പറയാൻ പാടില്ലായിരുന്നു. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ട് അങ്ങേക്ക് എങ്ങനെയാണ് പാർട്ടിയെ രക്ഷിക്കാൻ കഴിയുക എന്നൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ഈ വ്യക്തിപരമായ വിരോധം എന്നതൊക്കെ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇന്നേ വരെ പാർട്ടി കമ്മിറ്റിയിൽ എൻ്റെ നിലപാട് സംബന്ധിച്ച് എന്തെങ്കിലും വിഷയങ്ങളുണ്ട് എങ്കിൽ അത് ഉന്നയിച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് നേതാക്കന്മാരുടെ, പ്രവർത്തകന്മാരുടെ പേരിൽ തെറ്റായ നിലപാടുകളുണ്ട് എങ്കിൽ അത് ഉന്നയിച്ച് ചർച്ച ചെയ്ത് തിരുത്തിക്കുക എന്നതാണ്. അങ്ങനെ ഒരു സമീപനം ഈ കാലം അത്രയുമായും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, 2022 ഈ ഫണ്ട് വിവാദം വന്നപ്പോൾ പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിൽ ടി.ഐ. മധുസൂദനൻ ഒരു അഭിമുഖം കൊടുത്തു. അവർക്ക് മാത്രമേ ആ അഭിമുഖം കൊടുത്തിരുന്നുള്ളൂ. അതിൽ ടി.ഐ. മധുസൂദനൻ പറഞ്ഞത് ഏരിയ കമ്മിറ്റിയിൽ എനിക്ക് ശത്രുക്കളുണ്ട് എന്നാണ്. ഈ അഭിമുഖം കൊടുക്കുമ്പോൾ അയാൾ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിൽ അയാൾക്ക് ശത്രുക്കളുണ്ട് എന്ന അഭിപ്രായം അയാൾക്കുണ്ട് എങ്കിൽ അത് കമ്മിറ്റിയിൽ ഉന്നയിച്ച് ചർച്ച ചെയ്യണ്ടേ? എന്തുകൊണ്ടാണ് ശത്രുത? ആ ശത്രുത എല്ലാ കാലത്തും നിലനിൽക്കേണ്ടതാണോ? എങ്ങനെ അത് പരിഹരിക്കാൻ സാധിക്കും? അത് കമ്മിറ്റിയിൽ ഉന്നയിച്ച് ചർച്ച ചെയ്താലല്ലേ മാറ്റം വരുത്താൻ സാധിക്കൂ. ഇന്നേ വരെ അങ്ങനെ ഒരു വിഷയം പാർട്ടി കമ്മിറ്റിയിൽ ഉന്നയിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. ഇനി ഓഡിറ്റുമായി ബന്ധപ്പെട്ട വിഷയം, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് ഓഡിറ്റ് ചെയ്യാൻ മാത്രമാണ് പാർട്ടി മണ്ഡലം സെൻറ്റർ എന്നെ തീരുമാനിച്ചത് ഓഡിറ്ററായി. മറ്റ് കെട്ടിട നിർമ്മാണ ഫണ്ടും ധനരാജ് ഫണ്ടും ഓഡിറ്റ് ചെയ്യാൻ എന്നെ തീരുമാനിച്ചിട്ടില്ല. അതിന് മറ്റ് ചിലർ തീരുമാനിച്ചു. പക്ഷേ ആ കണക്ക് ഞാൻ പരിശോധിച്ചു. എന്തുകൊണ്ടെന്നാൽ ഇത് മുമ്പെപ്പോൾ നടന്ന കാര്യങ്ങളാണെങ്കിലും ഞാൻ ഏരിയ സെക്രട്ടറിയായി നിൽക്കുമ്പോൾ നടക്കുന്ന സമ്മേളനത്തിലാണ് ഈ കണക്കുകൾ അവതരിപ്പിക്കേണ്ടത്, പറയേണ്ടത്. ഞാനാണ് അവതരിപ്പിക്കേണ്ടത്. അപ്പം ഞാൻ അങ്ങനെ ഒരു കണക്ക് അവതരിപ്പിക്കുമ്പോൾ ആ കണക്കിനെക്കുറിച്ച് എനിക്ക് വ്യക്തത ഇല്ലാതെ സമ്മേളനത്തിൽ പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആ 2 കണക്കുകളെക്കുറിച്ചും ഞാൻ കൃത്യമായി പരിശോധിച്ചു. ആ പരിശോധനയിൽ ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ വാക്കാലും രേഖാമൂലവും പെടുത്തി. വാക്കാൽ മാത്രമല്ല, വാക്കാൽപ്പെടുത്തി, രേഖാമൂലപ്പെടുത്തി. ജില്ലാ സെക്രട്ടറി നിരവധി ഏരിയ കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുത്തപ്പോഴെല്ലാം ഈ കാര്യങ്ങൾ ഏരിയ കമ്മിറ്റിയിൽ ഉന്നയിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. എന്നിട്ടൊരു തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായും അങ്ങ് അതിനോട് യോജിക്കുമെന്നാണ് അവർ കരുതിയത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ അങ്ങ് വിയോജിപ്പുകൾ പാർട്ടിക്കുള്ളിൽ പറയുമ്പോഴും പാർട്ടിക്ക് പുറത്തു പറഞ്ഞ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയാൽ പിന്നെ എങ്ങനെ ഞങ്ങൾ പിന്തുണയ്ക്കും എന്നതാണ് അവർ ചോദിക്കുന്നത്. അല്ല അരുൺകുമാർ, ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? അതെ. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു സംഘടനാ തത്വം അതുപോലെ തന്നെ മൂല്യബോധവും ഒക്കെ ഉള്ളതല്ലേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ബംഗാളിലെ പാർട്ടി എങ്ങനെയാണ് തകർന്നത്? ബംഗാളിലെ പാർട്ടിയുടെ അവസ്ഥ കേരളത്തിലെ പാർട്ടിക്ക് ഉണ്ടാകാൻ പാടില്ല എന്നതാണ് എൻ്റെ ആഗ്രഹം. പാർട്ടിക്കുള്ളിൽ പറഞ്ഞ് നടക്കുന്നില്ലെങ്കിൽ
ജനങ്ങളോട് പറയുക ഇത് എന്റെ ഒരു പക്ഷേ നിലപാടല്ല. എന്റെ ചോദ്യം ഇതാണ് കുഞ്ഞികൃഷ്ണൻ, 3 തവണ ഞാൻ പാർട്ടി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതിനോട് ഒരു മിനിറ്റ് 3 തവണ തെറ്റുതിരുത്തൽ രേഖ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച് കീഴേ തലം വരെ റിപ്പോർട്ട് ചെയ്ത് ചർച്ചയ്ക്ക് വിധേയമാക്കി. ആ 3 തെറ്റുതിരുത്തൽ രേഖയിലും പാർട്ടി പറഞ്ഞത് നേതൃത്വം തെറ്റ് ചെയ്യുമ്പോൾ പാർട്ടി മെമ്പർമാർ ജാഗ്രതയോടെ അത് നോക്കിക്കാണണമെന്നും തിരുത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നുമാണ്. ആ നിലപാടിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ പാർട്ടി പറയുന്ന കാര്യങ്ങളല്ലാതെ എനിക്കുള്ള വിയോജിപ്പ് താഴെ പാർട്ടി അണികളോട് പറയാൻ സാധിക്കില്ല ഈ പാർട്ടി ചട്ടക്കൂടനുസരിച്ച്. അതുകൊണ്ട് ഈ പാർട്ടിയെ തിരുത്തിക്കാൻ ജനങ്ങളോട് പറയുക എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ രക്തസാക്ഷി ഫണ്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ, എങ്ങനെയൊക്കെ പോയി ഒന്ന് ചോദിച്ചോട്ടെ. അപ്പൊ കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞ ഈ ജനങ്ങൾ എന്ന് പറയുന്നതിൽ അതിന് ഉപയോഗപ്പെടുത്താൻ പോകുന്നത് പാർട്ടിയുടെ ശത്രുക്കളായി നിൽക്കുന്ന, പാർട്ടിയുടെ വ്യത്യസ്ത രാഷ്ട്രീയ ധ്രുവത്തിൽ നിൽക്കുന്ന ആളുകളായിരിക്കില്ലേ? വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾ കുഞ്ഞികൃഷ്ണന്റെ പേരിൽ പാർട്ടി ആക്രമിക്കില്ലേ? തെരഞ്ഞെടുപ്പ് സമയത്ത് ആ പാർട്ടി ആക്രമിച്ച് പാർട്ടിയിൽ ഇപ്പോഴുള്ള അണികളുടെ ആത്മവിശ്വാസത്തെ ചോർത്തില്ലേ? പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായവരും പാർട്ടിക്ക് വേണ്ടി കേസുകളിൽപ്പെട്ടവരും കുഞ്ഞികൃഷ്ണൻ പറയുന്നത് വസ്തുതയാണെങ്കിലും അതൊരു പാർട്ടി സംഘടനാ രീതിയല്ല എന്ന ബോധ്യത്തിൽ ഉറച്ചു നിന്ന് പക്ഷേ അവർക്കൊടുവിൽ നിരാശപ്പെടേണ്ടി വരില്ലേ? അതിന് അവസരമുണ്ടാക്കിയത് പാർട്ടി നേതൃത്വമാണ്. സത്യസന്ധമായി കാര്യങ്ങൾ പരിശോധിച്ച് നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് പാർട്ടി. ഞാൻ ഒരു ഉദാഹരണം പറയാം. EMS ജീവിച്ചിരിക്കുന്ന കാലത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ, സംസ്ഥാന കമ്മിറ്റിയുടെ കണക്ക് കൈകാര്യം ചെയ്യുന്ന ഒരു നേതാവ് 2000 രൂപയുടെ ചെക്ക് മാറി അത് കണക്കിൽ വന്നില്ല. ആ സഖാവിനെതിരെ നടപടിയെടുത്ത പാർട്ടിയാണ് ഈ പാർട്ടി. ഇന്ന് നേതൃത്വം പറയുന്ന എന്താണെന്നറിയോ? നിരവധി വർഷക്കാലത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു നേതാവ് വളർന്നു വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആ നേതാവിനെതിരെ എന്തെങ്കിലും ആരോപണത്തിൻ്റെ ആക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുമ്പോൾ അത് വളരെ വളരെ അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നതാണ് പാർട്ടി സമ്മേളനത്തിൽ നടന്ന ചർച്ചയ്ക്ക് മറുപടിയായി നേതൃത്വം പറഞ്ഞത്. ഇത് സൂചിപ്പിക്കുന്ന എന്താണെന്നറിയോ? ഏത് നേതാവ് തെറ്റ് ചെയ്താലും നടപടിയെടുക്കാൻ കഴിയില്ല എന്ന സൂചനയാണ്. നേതാക്കന്മാർക്ക് എന്ത് തെറ്റും ചെയ്യാം എന്നതിൻ്റെ ഒരു ചിറ്റ് നൽകുന്നതാണ്, ക്ലീൻ ചിറ്റ് നൽകുന്നതാണ് ഈ ഒരു വിശദീകരണം. അങ്ങനെ പോയാൽ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതാകും. ഇപ്പൊ തന്നെ അല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുഞ്ഞികൃഷ്ണൻ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് വിശദമായി സംസാരിക്കാം. മറ്റൊരു ഘട്ടത്തിൽ മുഖതാവിൽ സംസാരിക്കാം. കുഞ്ഞികൃഷ്ണൻ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ അങ്ങ് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താവും. സാങ്കേതികമായി പാർട്ടിയിൽ നിന്ന് അകന്നു നിന്നു എന്നതിനും അപ്പുറം അരനൂറ്റാണ്ട് കാലം പാർട്ടിക്ക് പുറത്ത് നിൽക്കുക എന്നുള്ളത് അങ്ങ് ചിന്തിച്ചിട്ടില്ലല്ലോ. പാർട്ടിക്ക് പുറത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായും മറ്റു ചോദനകൾ ഉണ്ടാവും, മറ്റ് സമ്മർദ്ദങ്ങൾ ഉണ്ടാവും. അതിനെയൊക്കെ എങ്ങനെയാണ് അങ്ങ് നേരിടുക? ഒരേ സമയം രാഷ്ട്രീയ പ്രലോഭനങ്ങളും ഉണ്ടാകുമല്ലോ. എനിക്കെതിരെ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രചരണമുണ്ട് ഇവിടെ. ഞാൻ BJP-യിലേക്ക് പോകും, ഞാൻ കോൺഗ്രസ്സിലേക്ക് പോകും. ചില ഈ നവമാധ്യമത്തിൽ ഞാൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാകും, സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അതിനൊക്കെ ഞാൻ മാധ്യമങ്ങളോട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു പാർട്ടിയിലേക്കും പോകാൻ തയ്യാറല്ല. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ, ഞാൻ അങ്ങനെ വളർന്നു വന്ന ഒരാളാണ്. എന്തെങ്കിലും സ്ഥാനമോഹങ്ങൾ ആഗ്രഹിച്ച് വന്ന ഒരാളല്ല ഞാൻ. ഒരു പാർട്ടിയിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഒരു തെരഞ്ഞെടുപ്പിലും ഇതേവരെ മത്സരിച്ചിട്ടില്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും. അതുകൊണ്ട് ഞാൻ എവിടെയും പോകില്ല. ഞാൻ ഇതേ രീതിയിൽ നിലനിൽക്കും. പ്രചരണത്തിന് ഇറങ്ങുമോ? നൂറ്റാണ്ട് കാലം പാർട്ടിക്കൊപ്പം നിന്ന് ആ പാർട്ടിക്ക് വേണ്ടി അതെല്ലാം അതിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. വീണ്ടും മൂന്നാമതൊരു പിണറായി സർക്കാർ അല്ലെങ്കിൽ LDF സർക്കാർ അധികാരത്തിൽ വരണം എന്ന് കുഞ്ഞികൃഷ്ണൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇപ്പോൾ? അങ്ങനെ തന്നെയാണ് എൻ്റെ ആഗ്രഹം.
കാരണം ഈ കേരളം ഇന്ന് കാണുന്ന രീതിയിലേക്ക് വളർത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള പങ്കാണ് വളരെ പ്രധാനം. ഇന്ന് കേരളം ഒരു ക്ഷേമ സംസ്ഥാനമായി മാറിയത് ഇടതുപക്ഷത്തിൻ്റെ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് ഇടതുപക്ഷം അധികാരത്തിൽ വരണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഇപ്പോഴും ഞാൻ. പക്ഷെ തെറ്റിനെ മൂടി വെച്ചുകൊണ്ട്, മനസ്സിലായി, തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിച്ചുകൊണ്ട് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. കുഞ്ഞികൃഷ്ണേട്ടനെ ആരെങ്കിലും മുതിർന്ന നേതാക്കൾ ഫോണിൽ വിളിക്കുകയോ മറ്റോ ചെയ്തോ? ഒന്നുമില്ല. മറ്റു പാർട്ടികളിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിരുന്നോ? ഇല്ല. കാരണം അവർക്കുള്ള സന്ദേശം ഞാൻ മാധ്യമങ്ങൾ വഴി കൊടുത്തിട്ടുണ്ട്. അതായത് അങ്ങേ ആരും സമീപിക്കേണ്ടതില്ല എന്ന രീതിയിൽ തന്നെ. അവർക്ക് വേണ്ടി അങ്ങ് സംസാരിക്കില്ല, പാർട്ടിക്ക് വേണ്ടിയേ സംസാരിക്കൂ, ഇപ്പോഴും പാർട്ടിക്ക് വേണ്ടി. പക്ഷേ അങ്ങയെ ഈ വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾ ഉപയോഗിക്കുമ്പോൾ അതിലൊരു സങ്കടം അങ്ങേക്കുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങയുടെ പാർട്ടിക്കെതിരെ അങ്ങയെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ വെട്ടാൻ ശ്രമിക്കുന്നത്. അല്ല, ഇങ്ങനെ തുറന്ന് പറയേണ്ടി വന്നത് സങ്കടകരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ പുസ്തകം ആരംഭിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ഇത് തുറന്നു പറയുക എന്നത്. അത് സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ പുസ്തകം ആരംഭിക്കുന്നത്. അതിൽ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനും അപ്പുറമുള്ള ബോംബുകൾ എന്തെങ്കിലും പുസ്തകത്തിലുണ്ടോ? പ്രവർത്തിച്ച ഒരു പാർട്ടി, ആ പാർട്ടി അല്ല, പുസ്തകത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞതിൻ്റെ ഒക്കെ വിശദാംശങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോഴും സഖാവായി തുടർന്നു ലാൽ സലാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് അവസാനിപ്പിക്കാം അല്ലേ കുഞ്ഞികൃഷ്ണേട്ടാ?